സിമുലേഷൻ എന്നുള്ള വാക്കിനെ പറ്റി ഇനി ചർച്ച വേണ്ടാന്ന് തോന്നുന്നു. കാരണം അഭിനയം, അനുകരണം, അതിനാണ് ആ രണ്ടാമത്തെ യെല്ലോ കാർഡ് കിട്ടിയത്. എന്നാണെങ്കിലും അതാണ് മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് വലിയ തിരിച്ചടിയായത്. എംബോളയുടെ ആ അഭിനയം അത് വല്ലാത്ത തോതില്ല ടീമിന് തിരിച്ചടിച്ചെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇനി ഈ മത്സരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലയണൽ മെസ്സി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. മാത്രമല്ല ഇതിനകത്തൊരു പോസിറ്റീവ്സ് എന്തെങ്കിലും അർജന്റീനയ്ക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ടോ? ആകെ സ്ട്രൈക്കേഴ്സ് ഗോൾ സ്കോർ ചെയ്തു എന്നതൊഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ്സ് കുറവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസവും ലിയോണൽ മെസ്സി 78-ാം മിനിറ്റ് വരെ ആബ്സെന്റ് ആയിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്നും അങ്ങനെ കൃത്യമായ ഒരു പ്രഭാവം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഒബ്വിയസ്ലി ആദ്യത്തെ ഗോളിന്റെ അസിസ്റ്റ് ഉണ്ട്. തുടക്കത്തിൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ ഒരു 6 മിനിറ്റ് കഴിഞ്ഞാണ് ആ ഒരു ഒന്ന് പന്ത് തൊടുന്നത് തന്നെ. അപ്പോൾ ഒരു അവസരമൊക്കെ സൃഷ്ടിച്ചു. എന്നാൽ മുഴുവൻ സമയം നോക്കുകയാണെങ്കിൽ ഒരു ക്ലിയർ ആൻഡ് ഇമ്പാക്ട്, ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ്സ് അതാണല്ലോ നമ്മൾ പൊതുവെ ലയണൽ മെസ്സിയിൽ നിന്ന് കാണുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു സംഭവം ലിയണൽ മെസ്സിയിൽ നിന്ന് കാണാൻ പറ്റിയില്ല. പിന്നെ പോസിറ്റീവ്സ് ഒബ്വിയസ്ലി നേരത്തെ പറഞ്ഞ പോലെ ഹൂലിയൻ അൽവാരസിന്റെ ഫിനിഷ് അത്യുഗ്രൻ. പക്ഷേ അതുപോലെ തന്നെ തിയാഗോ അൽമാഡോ ആ ചാൻസ് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ, ഒരു യുവതാരമാണ്, ഭാവിയിലെ വാഗ്ദാനമാണ്, അദ്ദേഹമായിരുന്നു അത് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ അതും പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. അത് കോബൽ മനോഹരമായി സേവ് ചെയ്തു. റീബൗണ്ടിൽ ഔട്ടാരോയും അദ്ദേഹത്തിന്റെ കമ്പോഷർ കീപ്പ് ചെയ്തു ഫിനിഷ് ചെയ്തു. അപ്പം 2 സ്ട്രൈക്കർമാർ ഗോൾ അടിച്ചു എന്നുള്ളൊരു പോസിറ്റീവ് ഉണ്ട്. എന്നാൽ ഈ കളിയുമായി സെമിയിലേക്ക് ചെന്നാൽ മതിയോ എന്നുള്ള ഒരു ചോദ്യം ശരിക്കും അർജന്റീന ക്യാമ്പിൽ നിന്ന് തന്നെ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ജയിച്ചു ആഹ്ലാദിക്കാം, താൽക്കാലികമായ ഒരു 3-4 ദിവസത്തേക്ക് ആഹ്ലാദിക്കാമെങ്കിലും ആ 3-4 ദിവസം കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഇംഗ്ലണ്ടിനെ പിടിച്ചു കെട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി കഴിഞ്ഞ മത്സരത്തിൽ ഈജിപ്തിനെതിരെ അർജന്റീന കളിച്ച അതേ ടീമിനെ തന്നെ നിലനിർത്തുകയായിരുന്നു സ്കലോണി. പക്ഷേ ഓക്കെ, ആ ടീമിനെ നിലനിർത്താം. അതിൽ റോഡ്രിഗോ ഡി പോൾ അസാമാന്യ ഫോം ഔട്ടായിരുന്നു. അപ്പോൾ റോഡ്രിഗോ ഡി പോളിനെ പക്ഷെ എന്നിട്ടും പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല. നമ്മളെപ്പോഴും ഈ സ്കലോണിയുടെ തീരുമാനങ്ങൾ നമ്മൾ അമ്പരപ്പിക്കാറുണ്ട്. എന്താണ് അദ്ദേഹം ആലോചിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. ഇനി ഏത് ആലോചനയായിരിക്കാം ഫോമിലല്ലാത്ത റോഡ്രിഗോ ഡി പോളിനെ കളത്തിൽ നിലനിർത്താനുള്ള ആ തീരുമാനത്തിലേക്ക് എത്തിയത്? അതില് ശരിക്കും പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, റോഡ്രിഗോ ഡി പോളും ലിയോണൽ മെസ്സിയും തമ്മിലുള്ള ഒരു ധാരണ ഭയങ്കരമാണ്. അവര് ഉറ്റ സുഹൃത്തുക്കളാണ്. അപ്പോൾ എന്തായാലും ടീമിന്റെ നായകൻ, അദ്ദേഹത്തിന്റെ എന്തായാലും ടീം സെലക്ഷനിൽ ഒരു സേ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിലൊരു ചെറിയൊരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്തൊക്കെയായാലും ആ ഡിപ്പോൾ കളിക്കുന്ന പൊസിഷനാണ് പ്രത്യേകിച്ചും പറയേണ്ടത്. അദ്ദേഹം റൈറ്റ് ലൈൻ മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നു, ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷേ കൂടുതൽ സമയം റൈറ്റ് സൈഡിലാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ കളിക്കാൻ വേണ്ടിയാണോ ഡീപോളിനെ കളിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം, അദ്ദേഹത്തിന് അതിനുവേണ്ടിയാണോ വേൾഡ് കപ്പിൽ എടുത്തേക്കുന്നത്, അതുകൊണ്ടാണോ പെർഫോമൻസിനെ ബാധിക്കുന്നത് എന്നുള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ശരിക്കും ഈ പറയുന്ന പോലെ സ്കലോണിക്ക് വിജയിക്കുന്നോടം വരെ കുഴപ്പമില്ല. അദ്ദേഹം നമ്മളെ എപ്പോഴും അമ്പരിപ്പിച്ചാലും റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇന്നും റിസൾട്ട് കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല. റിസൾട്ട് എന്ന് കിട്ടാതാവുന്നു അന്ന് ഇത് തിരിച്ചൊരു ബൂമറാങ് ആയിട്ട് വരും. എന്തുകൊണ്ടാണ് പ്രൊമോട്ടായ പ്ലെയറെ നിരന്തരമായി കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. റൈറ്റ്, ഞാനിനി ജോസഫിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ മറ്റൊരു മത്സരഫലത്തിലേക്ക് പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇംഗ്ലണ്ട് നോർവേ ഫലം. ഇംഗ്ലണ്ട് അങ്ങനെ ലോകകപ്പിന്റെ സെമി ഫൈനലിലെത്തി. ക്വാർട്ടർ ഫൈനലിൽ നോർവേയെ 1-2 ഗോൾക്ക് മറികടന്നാണ് അവസാന 4ലേക്ക് എത്തിയത്. ഒരു ഗോളിന് പിന്നിൽ നിന്ന് ശേഷമായിരുന്നു ഇംഗ്ലണ്ടിന്റെ തിരിച്ചുവരവ്. നിശ്ചിത സമയത്ത് 2 ടീമും ഓരോ ഗോൾ വീതം നേടി. പിന്നീട് എക്സ്ട്രാ ടൈമിലാണ് ഇംഗ്ലണ്ട് വിജയ ഗോൾ നേടുന്നത്. ജൂഡ് ബെല്ലിംഗ്ഹാം ആണ് 2 ഗോളുകളും സ്കോർ ചെയ്യുന്നത്. 36-ാം മിനിറ്റിൽ ഷെൽഡ്രൂപ്പിന്റെ ഗോളിൽ നോർവേ ആദ്യം സ്കോർ ചെയ്യുന്നു. ആദ്യ പകുതി അവസാനിക്കും മുമ്പ് ഇഞ്ചുറി ടൈമിൽ ബെല്ലിംഗ്ഹാം ഗോൾ മടക്കി. 93-ാം മിനിറ്റിൽ ബെല്ലിംഗ്ഹാം വിജയ ഗോൾ നേടി. ഇംഗ്ലീഷ് ടീം ഇത് 4ാം തവണയാണ് ലോകകപ്പിന്റെ സെമി ഫൈനലിൽ എത്തുന്നത്. ജോസഫ്, അപ്പോൾ ഇംഗ്ലണ്ട് അർജന്റീന സെമി ഫൈനൽ, നമ്മൾ ആദ്യം പറഞ്ഞത് ഈ തരത്തിലുള്ള കളിയാണ് അർജന്റീന ഇംഗ്ലണ്ടിനെതിരെ കളിക്കുന്നതെങ്കിൽ ഇംഗ്ലണ്ട് ഈ അർജന്റീന ടീമിനെ പപ്പടം പൊടിക്കുന്നല്ലോ, പൊടിക്കില്ലേ? ഇംഗ്ലണ്ടാണ് ഇതിൽ ഫേവറേറ്റ്സ് നിസ്സംശയം പറയാം. ശരിക്കും പറഞ്ഞാൽ അതാണ് പറഞ്ഞ പോലെ പപ്പടം പൊടിയാനും സാധ്യതയുണ്ട്. അതുപോലത്തെ കളിയാണ് ഇംഗ്ലണ്ട്. ശരിക്കും ഇംഗ്ലണ്ടിന് ഗോൾ അടിക്കാൻ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗ്ഹാം, അവരുടെ 2 പേരുടെ ഫോം, ഒരാൾ അടിച്ചില്ലെങ്കിൽ മറ്റേ ആൾ അടിക്കും. അതല്ലെങ്കിൽ ഇനി വേറെ ഓപ്ഷൻസ് വരും. അപ്പൊ അങ്ങനെ അവരുടെ അറ്റാക്കില് പക്ഷെ അവർ കുറച്ചുകൂടെ ടൈം എടുത്ത് അറ്റാക്ക് ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ. ഇന്ന് നോർവേക്കെതിരെ ഒരു ആദ്യത്തെ 30-35 മിനിറ്റ് വളരെ ബോറ് കളിയായിരുന്നു. പക്ഷേ അതിനുശേഷം നോർവേ ഗോൾ അടിച്ചതോടെ അവരൊന്ന് ഉണർന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ആ ഒരു പെർഫോമൻസിൽ പ്രത്യേകിച്ചും ഒരു സെൻട്രൽ ഏരിയയിൽ കൂടെ അറ്റാക്ക് ചെയ്യും, വിങ്ങുകളിൽ കൂടെ അറ്റാക്ക് ചെയ്യും. ഇന്ന് സാക്ക 2ാം പകുതിയിൽ വന്നേ പിന്നെ അത്യുഗ്രൻ കളിയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഗോർഡൻ മികച്ച ഫോമായിരുന്നു, ഇന്നത്ര ഫോം ആയിരുന്നില്ല. അപ്പോൾ അവര് ഇന്ന് പല തന്ത്രങ്ങൾ 2ാം പകുതിയിൽ പരീക്ഷിച്ചു. പ്രത്യേകിച്ചും പറഞ്ഞാൽ ടുഷേലിന്റെ മാറ്റങ്ങൾ
എങ്ങനെയാണോ ഈ കളി വ്യത്യസ്തമായ രീതിയിൽ അപ്രോച്ച് ചെയ്യാന്നുള്ളത് രണ്ടാം പകുതിയിൽ ഓരോ മാറ്റത്തിലും പുള്ളി ഫോർമേഷൻ മാറ്റുകയായിരുന്നു. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ആ ഒരു പരിശീലകന്റെ മികവും അവിടെ എടുത്തു പറയണം. നമ്മൾ നേരത്തെ സ്കലോണിയെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ പ്രഡിക്റ്റബിൾ അല്ല എന്ന്. പക്ഷേ ടുഷേലിന്റെ തന്ത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡെക്ലാൻ റൈസിന്റെ ഫിറ്റ്നസ് ഇല്ലായ്മ, അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് വ്യക്തമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 45 മിനിറ്റിൽ പിൻവലിക്കേണ്ടി വന്നിട്ടും അതിനുള്ള സൊല്യൂഷൻ പുള്ളി പല രീതിയിൽ നോക്കി. അവസാനം അത് കിട്ടിയത് മോർഗൻ റോജേഴ്സ് വന്നപ്പോഴാണ്. ആദ്യം ജൂഡ് ബെല്ലിംഗ്ഹാമിനെ സെന്ററിലേക്ക് ഇറക്കി കളിപ്പിച്ചു, എസ് എ കൊണ്ടുവന്നിട്ട്, അതിനുശേഷം റീസ് ജെയിംസിനെ സെന്റർ മിഡ്ഫീൽഡിൽ കളിപ്പിച്ചു, പിന്നെ മോർഗൻ റോജേഴ്സ് വരുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ തന്ത്രങ്ങൾ പരീക്ഷിക്കാനുള്ള അസ്ത്രങ്ങളുണ്ട് ഇംഗ്ലണ്ടിന്റെ കയ്യിൽ. അതിനൊക്കെയുള്ള മറുപടി അർജന്റീനയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ ഈ മത്സരത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ടല്ലോ. 1966 ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് ജയിച്ചപ്പോൾ അന്ന് അർജന്റീനയെ ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിയാണ് പോയത്. അന്നൊരു കൺട്രോവേഴ്സി ഉണ്ടായിരുന്നു. അന്ന് സർ ജെഫ് ഹോസ്റ്റ് അടിച്ച ഗോള് ഓഫ് സൈഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ്. 1986 വിവാദപരമായ ക്വാർട്ടർ ഫൈനലിൽ മെക്സിക്കോയിൽ എല്ലാവർക്കും ഓർമ്മയുണ്ട്. അന്ന് ഡിയോഗോ മറഡോണയുടെ ഹാൻഡ് ഓഫ് ഗോളും അതുപോലെ തന്നെ രണ്ടാമത്തെ അമാനുഷികമായ ഒരു ഗോളും. അപ്പോൾ അതും കൺട്രോവേഴ്സി എന്നും ഇംഗ്ലണ്ട് അർജന്റീനയുടെ ഭാഗമാണ്. ഇനി ഒരു സമീപകാലത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള 98 ആ ഒരു റെഡ് കാർഡ്, ഡേവിഡ് ബെക്കാമിന്റെ റെഡ് കാർഡ്, 2002 പെനാൽറ്റി. അപ്പൊ അങ്ങനെ സംഭവബഹുലമായ ലോകകപ്പ് മത്സരങ്ങളാണ് ഇംഗ്ലണ്ടും അർജന്റീനയും എന്നും തന്നിട്ടുള്ളത്. സെമി ഫൈനലിൽ എത്തുമ്പോഴും അത് തന്നെയാവും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്, അതാണ് ഇംഗ്ലണ്ട് അർജന്റീന സെമി ഫൈനൽ വരുമ്പോൾ എപ്പോഴും സംഭവബഹുലമായിരിക്കും. അങ്ങനെ സംഭവബഹുലമായിട്ടുള്ള പോരാട്ടത്തിന് തന്നെ ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിക്കട്ടെ. കാരണം അതാണല്ലോ ഓർമ്മകൾ എന്നും നിലനിൽക്കുന്നത്. താങ്ക് യു ജോസഫ് ഫോർ ജോയിനിങ് ഫുട്ഗോളം എന്നുള്ള. ഇംഗ്ലണ്ട് അർജന്റീന സെമി ഫൈനലിലാണ് വേദിയായത്. അർജന്റീന ഇതുവരെയും സെമി ഫൈനൽ തോറ്റിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ മുന്നേറുകയാണ് അർജന്റീനയുടെ ആരാധകർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.